നേരെ കൊല്ലത്തേക്കൊന്ന് പോകാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയോടെയാണ് NDA കൊല്ലത്തുള്ളത്. കൊല്ലം ജില്ലയിലെ നെടുവത്തൂർ, ചിറക്കര പഞ്ചായത്തുകളിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു. മറ്റിടങ്ങളിൽ സ്വതന്ത്രരുടെ നിലപാട് വളരെയധികം നിർണായകമായും. മനോജ് തയ്യാറാണ്. മനോജ്, ഈ കൊല്ലം കോർപ്പറേഷന്റെ പശ്ചാത്തലം നമുക്കറിയാം. BJP വലിയൊരു മുന്നേറ്റം നടത്തി എതിരാളികളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഒരു പ്രതിപക്ഷം എന്ന നിലയിലേക്ക് BJP അവിടെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലും CPMന്റെയും RSPയുടെയും ഒക്കെ പഴയ ശക്തി കേന്ദ്രങ്ങളിൽ BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ BJP 2ാം സ്ഥാനത്തെത്തുകയാണ്. അപ്പോൾ NDAയുടെ ഒരു വലിയ വളർച്ച ഘട്ടം ഘട്ടമായി രൂപപ്പെടുന്ന ഒരു ജില്ലയാണ് കൊല്ലം. അതിനാൽ തന്നെ കൊല്ലത്ത് ഇന്ന് നടക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ വളരെയധികം നിർണായകമാണല്ലോ മനോജ്. തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ തവണ നിയമസഭാ മണ്ഡലമായിട്ടുള്ള ചാത്തന്നൂരിൽ NDA 2ാം സ്ഥാനത്ത് വന്നിരുന്നു എന്നുള്ളതും അതിനുശേഷം നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു പ്രവർത്തനം കൊല്ലം ജില്ലയിൽ ആകമാനം നടന്നിട്ടുണ്ട് NDAയുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഫലമാണ് കോർപ്പറേഷനിൽ 6 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് അത് ഇരട്ടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ പല പഞ്ചായത്തുകളിലും വലിയ സ്വാധീനം NDAക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. പലയിടത്തും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതേസമയം തന്നെ കഴിഞ്ഞ തവണ പ്രതിപക്ഷമായിരുന്ന നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ BJP ഭരണത്തിലേക്കാണ്. BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉണ്ടാകും എന്നുള്ളതാണ് സൂചന. അവിടെ മത്സരിക്കുന്നത് വിദ്യ എന്ന വാർഡ് മെമ്പറാണ്. അതായത് കഴിഞ്ഞ 3 വർഷമായി ഈ സ്ഥാനത്തുള്ള മെമ്പറായിട്ടുള്ള വിദ്യയാണ്, അവിടെ കരുവായ വാർഡിലെ മെമ്പറായിട്ടുള്ള വിദ്യയാണ് ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിക്കുന്നത്. വൈസ് പ്രസിഡന്റായി കല്ലേരി സ്വദേശി കൃഷ്ണകുമാർ, അദ്ദേഹവും ഇത്തരത്തിൽ വൈസ് പ്രസിഡന്റായി നെടുവത്തൂരിൽ മത്സരിക്കുന്നുണ്ട്. ഇവർ വിജയിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. അവിടെ സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ BJPക്ക് 8 സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. LDFന് 6, UDFന് 5, ഒരു സ്വതന്ത്രൻ എന്നുള്ളതാണ് ഈ നെടുവത്തൂരിലെ അവസ്ഥ. അതേസമയം തന്നെ ചിറക്കരയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും BJP NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. 17 വാർഡുകളിലുള്ളതിൽ 6 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. UDFനും LDFനും 5-5 എന്ന നിലയിലാണ് സീറ്റ് നിലയുള്ളത്. അതേസമയം തന്നെ സ്വതന്ത്രന് ഒരു സീറ്റുണ്ട്. ഈ സ്വതന്ത്രൻ്റെ നിലപാട് ഈ നെടുവത്തൂരിൽ ഒരു നിർണായകമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്തായാലും അവിടെ NDAയുടെ ഭാഗത്തുനിന്നും രതീഷാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. എന്തായാലും ഇവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ഈ ചിറക്കര, നെടുവത്തൂർ എന്നൊക്കെ പറയുന്ന പഞ്ചായത്തുകളിൽ കഴിഞ്ഞ കുറേ കാലമായി വലിയ തരത്തിലുള്ള ഒരു പ്രയത്നം അത് NDAയുടെ ഭാഗത്തു നിന്നും നടത്തി വരികയാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷമായിരുന്നു ഈ നെടുവത്തൂർ പഞ്ചായത്തിൽ NDA. എന്തായാലും കല്ലുവാതുക്കൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വലിയ തരത്തിലുള്ള ഒരു സീറ്റ് നില കൊണ്ടുവരുവാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന പല പഞ്ചായത്തുകളുമുണ്ട്. ആകെ 68 പഞ്ചായത്തുകളാണ് ജില്ലയിലാകമാനമുള്ളത്. ഇവിടെയൊക്കെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കുവാൻ, അതായത് കടക്കൽ പോലുള്ള പഞ്ചായത്തുകളിൽ പോലും ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കുവാൻ NDAക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാലങ്ങളായി ഇടത് കോട്ടയായി തന്നെ വിശേഷിപ്പിച്ചിരുന്ന കടക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് BJPയുടെ അനുപമ സന്തോഷ് അടക്കം വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമാന്തരങ്ങൾ തോറുമുള്ള പ്രവർത്തനം അത് NDA സംബന്ധിച്ചിടത്തോളം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊല്ലം ജില്ലയിൽ BJPക്കും NDAക്കും സംഘടനാ പ്രവർത്തനം വളരെ വിപുലമാക്കുകയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രകടമായിരിക്കുന്നു. പഴയ ഇടത് കോട്ടകളിലൊക്കെ കാവിക്കൊടികൾ പാറിപ്പറക്കുകയാണ്. അതാണ് കൊല്ലത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ സുപ്രധാനമായൊരു ദിവസമാണ്. അതിനാൽ ഏതെങ്കിലുമൊക്കെ പഞ്ചായത്തുകളിൽ കൊല്ലത്ത് BJP ഭരണത്തിലേക്ക് എത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.